ഹായ് ഗുഡ് മോർണിംഗ്. കാറ്റഗറി 3 എക്സാം നടന്നല്ലോ. നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് സ്പീഡിലൊന്ന് ഓടിച്ചു പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്റ്റുഡൻസ് ഹാസ് ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു കുട്ടിക്ക് താഴെയുള്ള പ്രത്യേകത ഉണ്ട്. എന്തൊക്കെ? റീഡിങ് ബുക്കുകൾ വായിക്കുന്നു, ഈസിലി സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു, ഈസിലി എസ്റ്റാബ്ലിഷ് ഗുഡ് റിലേഷൻഷിപ്പ്, ഹാവ് എക്സലൻറ്റ് സെൽഫ് അവെയർനെസ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ഏത് തരം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് ഈ കുട്ടിക്കുള്ളത്? അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഒന്നാമത് ബുക്കുകൾ വായിക്കുന്നു, അത് ഏത് തരം ബുദ്ധിയാണ്? ലിംഗ്വിസ്റ്റിക് ആണ്. പ്രോബ്ലം സോൾവിങ് വരുന്നത് ഏതിൽ വരും? അതെന്താണ്? ലോജിക്കൽ മാത്തമാറ്റിക് അല്ലേ, അതിൽ വരും. അതുപോലെ സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇൻട്രാ പേഴ്സണൽ ഉണ്ടാവും. അതുപോലെ ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഇൻ്റർ പേഴ്സണൽ. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? കണ്ടോ നിങ്ങൾ? ഓപ്ഷൻ ബി, ലിംഗ്വിസ്റ്റിക്, വേർബൽ ഇൻ്റലിജൻസ് അല്ലേ, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ഇൻ്റർ പേഴ്സണൽ ആൻഡ് ഇൻട്രാ പേഴ്സണൽ. കറക്റ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ പാരൻറ്റ് ഓൾവേസ് പണിഷസ് ഹിസ് സൺ. കുട്ടി എപ്പോഴും പണിഷ് ചെയ്യുന്നു വിത്തൗട്ട് എനി ബേസിക് റീസൺ വെൻ എവർ ഹി റിട്ടേൺ. അപ്പോൾ ഹോം, വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? പണിഷ് ചെയ്യുന്നു. ദിസ് ലീഡ് ടു ദ ചൈൽഡ് ടു ഫിയർ ഹിം ആൻഡ് ഡെവലപ്പ് ആങ്സൈറ്റി റിയാക്ഷൻസ് അറ്റ് ദ ടൈം ഓഫ് അറൈവൽ ഓഫ് പാരൻറ്റ്. ഇത് വരുന്ന സമയത്ത് കുട്ടിക്ക് എന്തുണ്ട്? ആൻസൈറ്റി റിയാക്ഷൻ ഉണ്ടാകുന്നു. ഇത് ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലേ. അടുത്ത നോക്കൂ. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ അപ്രോച്ച് ഓഫ് KCF. KCFിൽ ഒരുപാട് അപ്രോച്ച് ഉണ്ട്. അതിൽ ടീച്ചേഴ്സ് റോൾ ആസ് ആൻ അതോറിറ്റി. കണ്ടില്ലേ? അതോറിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരിക്കലും KCF പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതില്ല. അപ്പോൾ ആ ഓപ്ഷൻ എന്താണ്? അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ്റ് ഹാസ് ആൻ IQ ലെവൽ ഓഫ് 100 IQ വന്നാൽ ആ കുട്ടി ആരായിരിക്കും? ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും. നമുക്കറിയാം 90 മുതൽ 110 വരെയൊക്കെ ആവറേജിൽ പെടുത്താം. അതുപോലെ എ ബോയ് വിയറിംഗ് എ ഷർട്ട് വിത്ത് നോൺ നോട്ടീസബിൾ ഇങ്ക് സ്പോട്ട് തിങ്ക് ദാറ്റ് ഓൾ വിൽ നോട്ടീസ് ദി ഇങ്ക് സ്പോട്ട് ഓൺ ഹിസ് ഷർട്ട്. അതായത് തൻ്റെ ഷർട്ടിൽ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു ഇങ്കിൻ്റെ സ്പോട്ട് ഉണ്ടെങ്കിലും അവനിങ്ങനെ വിചാരിക്കുന്നു, ആളുകൾ എൻ്റെ ഇങ്ക് സ്പോട്ട് കാണുന്നുണ്ടല്ലോ. ഇതിന് നമ്മൾ പറയുന്നതാണ് ഇമേജിനറി ഓഡിയൻസ്. അതിൻ്റെ എക്സാമ്പിളാണ്. ക്ലിയർ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 2 സ്റ്റുഡൻസ് ഹാവ് സെയിം IQ. വിച്ച് ഓഫ് ദ ഫോളോവിങ് കനോട്ട് ബി കറക്റ്റ്. അതായത് സെയിം IQ ഉള്ള കുട്ടിയാണ്, ആ സമയത്ത് താഴെയുള്ള ഏത് ഓപ്ഷനാണ് ശരിയാവാത്തത്? ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഡി എടുക്കാം. കാരണം നോക്കൂ, 2 പേർക്കും സെയിം ക്രോണോളജിക്കൽ ഏജ്, അതായത് 2 പേർക്കും 10 വയസ്സാണെന്ന് വിചാരിക്കും. അതേ സമയത്ത് മെൻ്റൽ ഏജ് ഒരാൾക്ക് 10 മറ്റാൾക്ക് 12, അതായത് ഡിഫറെൻ്റ് മെൻ്റൽ ഏജ്. ഇങ്ങനെ ആകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യൂല? IQ സെയിം ആവില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ചെയർമാൻ ഓഫ് ദ സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് NCF 2005. 2005 NCFിൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ്, പ്രൊഫസർ യശ്പാൽ. ഇതിനു മുമ്പ് ഒരു യശ്പാൽ കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്. അതല്ല, 2005 സ്പെഷ്യൽ ഒരു കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട് അല്ലേ NCFിൻ്റെ. അടുത്ത നോക്കൂ. ദ സെൻസറി മെമ്മറി ഫോർ സ്റ്റിമുലി ഡ്യൂ ടു ദ ടച്ച്. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റിമുലില്ലേ, അതിൻ്റെ മെമ്മറിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതിനുള്ള മെമ്മറി ഏതാണ്? ഹാപ്റ്റിക് മെമ്മറിയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ്റലിജൻസ് ഈസ് ദ aggregate or global capacity of an individual to act purposefully, to think rationally and deal effectively with his environment. ഇത് ആര് പറഞ്ഞതാണ്? അത് വുഡ്വർത്ത് ആൻഡ് മാർക്യൂസ്. വുഡ്വർത്ത് പറഞ്ഞതാണ് അല്ലേ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് among the following is or are the important characteristics of good teacher. ഒരു ഗുഡ് ടീച്ചറിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം? പ്രൊവൈഡ് സെൽഫ് ലേണിംഗ് കണ്ടീഷൻ ടു ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം. അത് ടീച്ചർ കൊടുക്കണം. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ദ ലെസൺ പ്ലാൻ ചെയ്യണം. പ്രൊമോട്ട് ഡെമോക്രാറ്റിക് വാല്യൂസ്, അതും പ്രൊമോട്ട് ചെയ്യണം. 3 ശരിയാണ്. പക്ഷേ 4 നോക്കൂ. പ്രോപ്പർ പണിഷ്മെൻറ്റ് അല്ലേ, പണിഷ്മെൻറ്റ് നമ്മൾ കൊടുക്കാൻ പറയുന്നില്ല. അതുകൊണ്ട് 1, 2, 3 ശരിയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ദ ഫോളോവിങ് ലേണിംഗ് കർവ്. ഇവിടെ ഈ കർവിൻ്റെ പ്രത്യേകത ചോദിച്ചത്, കറക്റ്റാണ് ചോദിച്ചത്. ദർ ആർ സ്ലോ ഇനീഷ്യൽ സ്ലോ ആണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക? അല്ല, മെല്ലെ എങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ, സ്ലോ ഇനീഷ്യൽ ആണെങ്കിൽ. അതുപോലെ ലേണിംഗ് ഡിക്രീസസ് വിത്ത് ടൈം. നമുക്കറിയാം ലേണിങ്ങിന് സമയം കൂടുന്നതനുസരിച്ച് ലേണിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അത് ശരിയാണ്. ദ ടാസ്ക് ഗിവൺ ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് ദ ലേണർ ഹാസ് നോ പ്രീവിയസ് പ്രാക്ടീസ് ഓൺ ദ സിമിലർ വർക്ക്. അപ്പോൾ അത് ശരിയല്ല.
പക്ഷെ നാലാമത്തെ നോക്കൂ, ഓപ്ഷൻ ഡി, ദ ടാസ്ക് ഗിവൺ ഈസ് സിമ്പിൾ ആൻഡ് ദ ലേണർ ഹാസ് പ്രീവിയസ് പ്രാക്ടീസ്. അങ്ങനെ ഉണ്ടാകുമ്പോഴും പതിയെ പതിയെ എന്ത് ചെയ്യും, ലേണിംഗ് കർവ് ഇങ്ങനെ ചെരിഞ്ഞ് വരും, കുറഞ്ഞല്ലേ, ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായും 2 ഓപ്ഷൻസ് ഇവിടെ ശരിയായി വരുന്നുണ്ട്. അതുകൊണ്ട് ഏതാ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 12ാമത്തത്. ദ കൺസെപ്റ്റ് ഓഫ് ഇൻസൈറ്റ് ലേണിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ആരാണ് ഇൻസൈറ്റ് ലേണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അതാരാണ്? അത് കൊഹ്ലർ ആണ്, കൊഹ്ലർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഏതാണ്? 13ാമത്തെ ചോദ്യം. എ ടീച്ചർ വാണ്ട്സ് ടു ടീച്ച് എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് ഫാക്ച്വൽ നോളജ് ഓഫ് സബ്ജക്ട് ഇൻ ഷോർട്ട് ടൈം. ഒരു ഷോർട്ട് ടൈമിൽ എന്ത് ചെയ്യാണ്, ഒരു ലാർജ് നമ്പർ ഓഫ് ഫാക്ച്വൽ നോളജ്, അല്ലേ, കുറേ വിവരങ്ങൾ കൊടുക്കാനാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? ലെക്ചർ. കോളേജിലൊക്കെ നടത്തുന്ന എന്താണ്? ലെക്ചർ മെത്തേഡ് അല്ലേ. 4ാമത്തത്. ദ ഡിസോർഡർ ദാറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡിഫിക്കൽറ്റി ഇൻ മസിൽ കൺട്രോൾ വിച്ച് കോസസ് പ്രോബ്ലംസ് വിത്ത് മൂവ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ, ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് വിച്ച് ഇൻ ടേൺ ക്യാൻ എഫക്റ്റ് ലേണിംഗ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മോട്ടോർ കൺട്രോൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, മോട്ടോർ കൺട്രോൾ, അതുമായി മസിൽ കൺട്രോൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആക്ടിവിറ്റിയിലാണ് ഡിസോർഡർ വരുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? ഡിസ്പ്രാക്സിയ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് അമോങ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമോഷണലി ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റ്? അല്ലേ, ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഏതുണ്ടാവില്ല? ഷീ മസ്റ്റ് ഹാവ് ആൻ IQ ലെവൽ ഗ്രേറ്റർ ദാൻ 150. അല്ലേ, IQ-യും EQ-യും തമ്മിൽ ബന്ധമില്ല എന്നല്ലേ നമ്മൾ പഠിച്ചത്? ഇമോഷണൽ ഇൻ്റലിജൻസ്, ചിലപ്പോൾ IQ ഉഷാറായവർ ഇമോഷണൽ ഇൻ്റലിജൻസിൽ കുറവായിരിക്കും. അതുകൊണ്ട് IQ 140 വേണം എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. 16ാമത്തെ ചോദ്യം നോക്കൂ. അസംഷൻ ഇൻ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്. ഇന്നലെ ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലേ, ലൈഫ് സ്പാനുമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പോൾ അതിൻ്റെ അസംഷൻസ് നോക്കുമ്പോൾ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ നോക്കൂ. ഒന്നാമത് ഡെവലപ്മെൻറ്റ് ഈസ് ലൈഫ് ലോങ്, തീർച്ചയായും ശരിയാണ്. സെക്കൻഡ് നോക്കൂ, ഡെവലപ്മെൻറ്റ് ഈസ് ഒരൊറ്റ ഡയറക്ഷനിലാണോ? അല്ല. അതുപോലെ ബയോളജിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ ഇമോഷണൽ പ്രോസസ് ആർ ഇൻ്റർവൂവൺ, പരസ്പര ബന്ധിതമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്, അതും ശരിയല്ലേ. 4ാമത്തെ നോക്കൂ. സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ഔട്ട് ലൈഫ് സ്പാൻ. സ്കില്ലും എബിലിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാം. അതുകൊണ്ട് ഏതാണ് ശരി? 1, 3, 4 എന്നുള്ള ഓപ്ഷനാണ് ശരിയായത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് നോട്ട് എ മെത്തേഡ് യൂസ്ഡ് ഇൻ വേർബൽ ലേണിംഗ്? വേർബൽ ലേണിങ്ങിൽ ഉപയോഗിക്കാത്ത മെത്തേഡ്. ഇൻസൈറ്റ് ലേണിംഗ്. ഏതാണ്? ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ആണോ വേർബൽ ലേണിങ്ങിൽ? അല്ല, അത് മറ്റൊരു രീതിയാണ് അല്ലേ, ഇൻസൈറ്റ് ലേണിംഗ്. ഇനി അടുത്ത് നോക്കൂ, 18. ദ എബിലിറ്റി ഓഫ് എ ടെസ്റ്റ് ടു പ്രൊഡ്യൂസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് സ്റ്റേബിൾ സ്കോർ. അല്ലേ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയ സ്കോർ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ടെസ്റ്റിന് കഴിവുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? റിലയബിലിറ്റി എന്നാണ് പറയുക, റിലയബിലിറ്റി. അടുത്ത് നോക്കൂ, 19. മാച്ച് ദ ഫോളോവിങ്. തിയറി ഓഫ് സോഷ്യൽ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. നമുക്കറിയാം ആരുടേതാണ്? കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം നമുക്കറിയാം വൈഗോട്സ്കിയുടേതാണ് അല്ലേ, വൈഗോട്സ്കി. സൈക്കോ അനാലിറ്റിക്, അത് ഫ്രോയിഡ് തന്നെയാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ അബ്രഹാം മാസ്ലോ. അതുകൊണ്ട് ഏതാണ് ശരിയായ ആൻസർ? ശരിയായ ആൻസർ ഓപ്ഷൻ ബി. 1C, 2B, 3A എന്നുള്ളതാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 20ാമത്തെ ചോദ്യം. ദ മെത്തേഡ് ഓഫ് ലേണിംഗ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് വാസ് പ്രപ്പോസ്ഡ്. അല്ലെ, ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആരാണ്? ഇവാൻ പാവ്ലോ. നമ്മൾ ആദ്യം പഠിക്കുന്ന ആളാണ് പാവ്ലോ. 21ാമത്തെ ചോദ്യം നോക്കൂ. ഒബ്സർവേഷണൽ ഓർ വിക്കാരിയസ് ലേണിംഗ് റാദർ ദാൻ ദ ലേണിംഗ് ബേസ്ഡ് ഓൺ ദ ഡയറക്റ്റ് എക്സ്പീരിയൻസീസ്. അതായത് ഡയറക്റ്റ് എക്സ്പീരിയൻസിനേക്കാൾ ഒരു ഒബ്സർവേഷണൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നത് അത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതേതാണ്? ബന്ദുരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. ഒബ്സർവേഷനാണ് ഇവിടെ പ്രാധാന്യം അല്ലേ. ഓക്കെ, അടുത്ത് നോക്കൂ. പ്രീ ആക്റ്റീവ് സ്റ്റേജ്, ഇൻ്ററാക്റ്റീവ് സ്റ്റേജ് ആൻഡ് പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ആർ ദ 3 സ്റ്റേജസ് ഓഫ് ടീച്ചിങ്. ആരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം 22ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഉത്തരം ആരാണ്? ജാക്സൺ ആണ്. ഓപ്ഷൻ സി ആണ് ഈ ഐഡിയ പറഞ്ഞത്. പ്രീ ആക്റ്റീവ്, ഇൻ്ററാക്റ്റീവ് ആൻഡ് പോസ്റ്റ് ആക്റ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 23ാമത്തെ ക്വസ്റ്റ്യൻ. തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ് ആരുമായി ബന്ധപ്പെട്ടതാണ്? തോണ്ടൈക്ക് അല്ലേ. തിയറി ഓഫ് ജനറലൈസേഷൻ ചാൾസ് ജൂഡാണ്. തിയറി ഓഫ് ഐഡിയൽസ് ആരുടേതാണ്? WC ബാഗ്ലി. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 24 നോക്കൂ. അക്കോർഡിംഗ് ടു പിയാഷെ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അഡോളസൻസ് ബിലോങ്സ്. അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ അഡോളസൻസ് എവിടെ വരുന്നത്? ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ. അതെ, കാരണം എന്തുകൊണ്ടാണ്?
12 വയസ്സിനും മുകളിലല്ലേ അല്ലേ, ഒരു 16 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താണ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് പിയാഷെ പറയുന്നത്. അടുത്ത് നോക്കൂ, വിച്ച് ഈസ് ദ ലീസ്റ്റ് കൺസിഡേർഡ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ് തീരെ പരിഗണന കുറവുള്ളത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? സ്കോൾഡിങ് ആൻഡ് പണിഷിങ് ദ സ്റ്റുഡൻസ്, കുട്ടികളെ ചീത്ത പറയാം. അതേസമയത്ത് നോക്കൂ, ഡെമോൺസ്ട്രേഷൻ ഓഫ് എക്സ്പീരിയൻസ്, അത് തീർച്ചയായും ഉണ്ടല്ലോ ക്ലാസ്സിൽ. ലെക്ചറിങ് ഇൻ ഇംപ്രസീവ് മാനർ, ലെക്ചറിങ് നല്ലൊരു രീതി കൊടുക്കുക. യൂസേജ് ഓഫ് വൈറ്റ് ബോർഡ്, ബ്ലാക്ക് ബോർഡ് ഒക്കെ തീർച്ചയായും ഒക്കെ ശരിയാണ്. പക്ഷേ സ്കോൾഡിങ് ഇല്ല, ചീത്ത പറയുന്നത്, പണിഷിങ് ഒക്കെ ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നോക്കൂ, അക്കോർഡിംഗ് ടു പിയാഷെ ഫോർമൽ ഓപ്പറേഷൻ തോട്ട് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, അല്ലേ, നിങ്ങൾ 26ാമത്തെ ചോദ്യം. ഇതിൽ ഫോർമൽ ഓപ്പറേഷൻ്റെ പീരീഡിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങളല്ലേ, നമ്മളൊന്ന് നോക്കൂ. അവിടെ എന്താണ്, കുട്ടികൾ എന്താ ചെയ്യുക, തിങ്ക് ചെയ്യുന്നു ബിയോണ്ട് ആക്ച്വൽ കോൺക്രീറ്റ് എക്സ്പീരിയൻസ്, അല്ലേ, കോൺക്രീറ്റ് എക്സ്പീരിയൻസ് അപ്പുറത്തുള്ളത് അബ്സ്ട്രാക്റ്റ് തിങ്കിങ് എന്ന് നമുക്ക് പറയാം. അതുപോലെ കണ്ടില്ലേ, അബ്സ്ട്രാക്റ്റ് ടേംസ് ആൻഡ് റീസൺ എബൌട്ട് ദം, ഇതല്ലേ കറക്റ്റ്. ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജ് അതെവിടെയാണ്, അത് കോൺക്രീറ്റ് ആണ്. അതുപോലെ തന്നെ സിംഗിൾ ക്യാരക്ടർ സീരിയേഷൻ എന്നുള്ളത് എവിടെയാണ് വരുന്നത്, സീരിയേഷൻ, അത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. അതുപോലെ തന്നെ കുഡ് നോട്ട് തിങ്ക് അബൌട്ട് ആൻ ഒബ്ജക്റ്റ് വിച്ച് ഈസ് നോട്ട് ഫിസിക്കലി പ്രസൻറ്റ്, ഒബ്ജക്റ്റ് പെർമനൻസ് ഇല്ലാത്തത്, അതും അല്ലേ സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. തീർച്ചയായും ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 27ാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം? എ ഗുഡ് ആൻഡ് ഫെയർ യൂസേജ് ഓഫ് മലയാളം, നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് ഹിൻഡേഴ്സ് എ സ്റ്റുഡൻസ് ടു പ്രൊനൗൺസ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യുന്നതിനെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, നെഗറ്റീവ് ട്രാൻസ്ഫർ. എന്ത് പറയുന്നു? നെഗറ്റീവ് ട്രാൻസ്ഫർ. അതേസമയത്ത് അത് ബുദ്ധിമുട്ടിക്കല്ല, അത് പോസിറ്റീവായി വരികയാണെങ്കിൽ പോസിറ്റീവ് ട്രാൻസ്ഫർ. നമ്മൾ പറഞ്ഞിരുന്നു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എല്ലാ ക്വസ്റ്റ്യനിലും വന്നിട്ടില്ലേ. തീർച്ചയായും വളരെ ഹോട്ട് ടോപ്പിക്കാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. 28ാമത്തെ ചോദ്യം നോക്കൂ, എ ന്യൂ ബിഹേവിയർ ഈസ് ലേൺഡ് ബട്ട് നോട്ട് ഡിമോൺസ്ട്രേറ്റഡ് അണ്ടിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ ഡിസ്പ്ലേയിങ് ഇറ്റ്. ദിസ് ടൈപ്പ് ഓഫ് കോഗ്നിറ്റീവ് ലേണിംഗ് ഈസ് കോൾഡ്. ഒരു ന്യൂ ബിഹേവിയർ പഠിക്കും, പക്ഷേ എന്തില്ല, നോട്ട് ഡെമോൺസ്ട്രേറ്റഡ് അണ്ടിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡ്. ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് വരെ എന്ത് ചെയ്യുന്നില്ല, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇതിന് നമ്മൾ പറയുന്നത് എന്താണ് അല്ലേ? 28ാമത്തെ ചോദ്യം അല്ലേ? ഓപ്ഷൻ നോക്കൂ, ഇൻസൈറ്റ് ലേണിംഗ്, ലേറ്റൻ ലേണിംഗ്, സോഷ്യൽ ലേണിംഗ്, വെർബൽ ലേണിംഗ്. ഇതിന് പറയുന്ന പേരാണ് ലേറ്റൻ ലേണിംഗ്. 29ാമത്തെ ചോദ്യം നോക്കൂ, എന്താണ്? എവരി ഡിഫറെൻറ്റ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ഇൻവോൾവ്സ് എ ജനറൽ ഫാക്ടർ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ. എ ജനറൽ ഫാക്ടറും ഒരു ജി ഘടകവും അതുപോലെ തന്നെ ഒരു എസ് ഘടകവും, ജി ആൻഡ് എസ് ഘടകം ആരുടേതായിരുന്നു? സിമ്പിളായിട്ട് പറയാം, സ്പിയർമാൻ ടു ഫാക്ടർ തിയറി. 30ാമത്തെ ചോദ്യം നോക്കൂ, ഇൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2009 ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്കൂൾസ് ആൻഡ് ടീച്ചേഴ്സ് ഈസ് മെൻഷൻഡ്. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിൽ ഏതാണ് സ്കൂളിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി പറയുന്ന അല്ലേ? ഏതിലാണ്? ഏത് ചാപ്റ്റർ 1-ലാണോ, ചാപ്റ്റർ 2-ലാണോ, ചാപ്റ്റർ 3-ലാണോ, ചാപ്റ്റർ 4-ലാണോ? കറക്റ്റ് ആൻസർ ചാപ്റ്റർ 2-ലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 31. An adolescent with eating disorder goes on eating binge, then purges by self-induced vomiting or using a laxative. The eating disorder of the person, അതായത് ഒരാൾ ഈറ്റിംഗ് ഡിസോർഡറുള്ള ആൾ എന്ത് ചെയ്യുന്നു, കുറേ തിന്നിട്ട് എന്ത് ചെയ്യുന്നു, അവൻ സ്വയം വൊമിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഡിസോർഡറിൻ്റെ ബുദ്ധിയിലെ ഈ ഇങ്ങനെയുള്ള ഒരു പേഴ്സണെ നമുക്ക് എന്ത് പറയാം? ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ എന്താ പറയാം? ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ, BED. എന്താ പേര്? BED ആണോ? അല്ല, പിന്നെയോ ബുളിമിയ നെർവോസ. എന്താണ് കറക്റ്റ് ആൻസർ? ബുളിമിയ നെർവോസ. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കൂ, 32ാമത്തെ ചോദ്യം. ദ കർവ് ഓഫ് ഫോർഗെറ്റിംഗ് വാസ് ഫസ്റ്റ് ഡ്രോൺ. ദ ഫോർഗെറ്റിംഗ് കർവ് ആരാണ് വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, എബിങ്ങാസിൻ്റെതാണ് ഫോർഗെറ്റിംഗ് കർവ്. അടുത്ത് നോക്കൂ, ആഫ്റ്റർ പ്രസൻറ്റിങ് എ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്. ആദ്യം ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് പ്രസൻറ്റ് ചെയ്യുന്നു. ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ആൻഡ് എഗെയിൻസ്റ്റ്. ഫേവർ ആയതും എഗെയിൻസ്റ്റ് ആയതുള്ള ആർഗ്യുമെൻറ്റുകൾ എന്ത് ചെയ്യുന്നു, ആളുകൾ മുന്നോട്ട് നിർദ്ദേശിക്കുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തുന്നു. ഇതിൻ്റെ പേരെന്താണ്? എന്താണ് ഇതിൻ്റെ പേര്? പ്രൊജക്റ്റ് ആണോ, ഡിബേറ്റ് ആണോ? ഉത്തരം ഡിബേറ്റ് ആണ് അല്ലേ? ഡിബേറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 34. അനലിറ്റിക്കൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആൻഡ് കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസ്, ഈ 3 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഏതിലാണുള്ളത്?
തീർച്ചയായും സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറിയാണ്. ഇത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കായിരുന്നു, ട്രയാർക്കിക് തിയറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അഡോളസൻസ് ഈസ് റിഗാർഡഡ് ആസ് ദ പീരീഡ് ഓഫ് റാപ്പിഡ് ചേഞ്ച് ബോത്ത് ബയോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ. നമുക്കറിയാം അഡോളസൻസ് ഒരു ഭയങ്കര ചേഞ്ച് നടക്കുന്ന സമയമല്ലേ. അതുകൊണ്ട് താഴെ പറയുന്നത് ഏതാ ശരിയല്ലാത്തത് നോക്കൂ. At adolescence, development of primary and secondary sexual characteristics is maximum. ശരിയാണോ? അഡോളസൻസിൻ്റെ പീരീഡിൽ തീർച്ചയായും ശരിയാണോ? അത് മാക്സിമാണ്. അഡോളസൻസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്. അത് നടക്കുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. അഡോളസൻസിൽ അത് നടക്കുന്നുണ്ട്. ശരിയാണ്. ഇപ്പോൾ രണ്ടും ശരിയാണ്. നോക്ക്, ഇമേജിനറി ഓഡിയൻസ് ആൻഡ് പേഴ്സണൽ ഫാബിൾ. ഇമേജിനറി ഓഡിയൻസ് എന്നാൽ ആളുകൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കുക അവനാണ് എല്ലാവരുടെയും ഒരു അട്രാക്ഷൻ. അപ്പോൾ അതും അതുപോലെ പേഴ്സണൽ ഫാബിൾ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ ഒരു യുണീക്കാണ് എന്നുള്ളൊരു ചിന്തയാണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു ചിന്തയാണ് പേഴ്സണൽ ഫാബിൾ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഘട്ടത്തിലുണ്ട് തീർച്ചയായും. അപ്പോൾ ഇനി നോക്കൂ, അഡോളസൻസ് ലോസ് ഓഫ് എനർജി. അഡോളസൻസിൽ എനർജി നഷ്ടപ്പെടുകയാണോ? അപ്പോൾ തീർച്ചയായും ഏതാണ് ശരിയായത്? ഓപ്ഷൻ ബി, അതാണ് കറക്റ്റ് അല്ല. നാലാമത്തത് കറക്റ്റ് അല്ല. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അഡോളസൻസ് വിത്ത് ഡിലിക്വൻസി ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ് ടെൻ ടു ഹാവ്. ഒരു കുട്ടിക്ക് ബിഹേവിയറൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൺസെപ്റ്റ് നോക്കൂ. നെഗറ്റീവ് സെൽഫ് ഐഡൻറ്റിറ്റി തീർച്ചയായും ഉണ്ടാവില്ലേ? നെഗറ്റീവായിട്ടുള്ളൊരു സെൽഫ് ഐഡൻറ്റിറ്റി ഒന്ന് ശരിയാണ്. ഡിക്രീസ്ഡ് ട്രസ്റ്റ്, അതെ ട്രസ്റ്റ് വിശ്വാസം പതിയെ എന്ത് ചെയ്യും? കുറയും. തീർച്ചയായും ശരിയാണ്. ലോ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റിൽ ലോ ലെവലായിരിക്കും. തീർച്ചയായും ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ പേഴ്സൺ ഫോർഗെറ്റ്സ് പ്രീവിയസ്ലി ലേൺ ലിസ്റ്റ് ഓഫ് വേർഡ്സ്. ആദ്യം പഠിച്ച വേർഡ്സ് ഒക്കെ മറന്നു പോകുന്നപ്പോൾ വെൻ എ ന്യൂ ലിസ്റ്റ് ഓഫ് വേർഡ്സ്, പുതിയതൊന്ന് വരുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. എന്താണ് പറയുക? റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ആദ്യത്തത് പിന്നെ മറന്നു പോവുക. 38 നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫാക്ടേഴ്സ് അഫക്റ്റ് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? മോട്ടിവേഷൻ അഫക്റ്റ് ചെയ്യും. ലെവൽ ഓഫ് ആസ്പിരേഷൻ അതും അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് അതും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 39. വെൻ എനി കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് റെഡി ടു കണ്ടക്ട് ഫോർ ഇറ്റ് ടു ഡു ഈസ് സാറ്റിസ്ഫൈയിങ്. വെൻ എനി കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് നോട്ട് ഇൻ റെഡിനെസ് ടു കണ്ടക്ട് ഫോർ ഇറ്റ് ടു കണ്ടക്ട് എനോയിങ്. ഇത് പറഞ്ഞത് ഈ റെഡിനെസ്സുമായി ബന്ധപ്പെട്ട ഈ കൺസെപ്റ്റ് ലോ പ്രപ്പോസ് ചെയ്ത ആരാണ്? നമുക്കറിയാം ഇതാരാണ്? ഫേമസ് ആണ് തോണ്ടൈക്കിൻ്റെ നിയമമാണ്. ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്. 40ാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ? കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തതാണ് ചോദിച്ചത്. തീർച്ചയായും ഏതാണ്? ഈസി ഹാൻഡ്ലിംഗ് ഓഫ് ടെക്സ്റ്റ്. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആകുമ്പോൾ ടെക്സ്റ്റുകൾ ഈസി ഹാൻഡ്ലിങ് ചെയ്തുകൂടെ? അതുപോലെ ഈസി പ്രാക്ടീസ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അതും നമുക്ക് ചെയ്യാം, നമ്മളൊക്കെ ചെയ്യുന്നില്ലേ? ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ക്യാൻ ബി ഗിവൺ അതും നടക്കും. പക്ഷേ കൗൺസിലിംഗ് ഫോർ സ്റ്റുഡൻസ് ഹൂ ഫേസസ് മെൻ്റൽ പ്രോബ്ലം ക്യാൻ ബി ഈസിലി ഡൺ. അത് നമുക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ട് അതിൽ ഏതെങ്കിലും ഓപ്ഷൻ അല്ലേ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആൻസറാണ് കണ്ടെത്തേണ്ടത്. അത് ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ 40 ചോദ്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്കിലും ഒന്ന് വെരിഫൈ ചെയ്തിട്ടാണ് ആൻസറൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങളുടെ സർക്കിളിലുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.